ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല മധുരമുള്ള കുട്ടി കുട്ടി സമൂസകളാണ്. നമുക്ക് ചിപ്സ് കഴിക്കണ പോലെ കഴിക്കാൻ പറ്റണ നല്ലൊരു സമൂസ ബൈറ്റ്സ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പോളം ചെറുതായി മുറിച്ചെടുത്ത ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് വേണം. നമ്മുടെ ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ബദാം ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയിട്ട് ചേർത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ കിട്ടണ ഡ്രൈഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ കിട്ടണ ഇതാണിത്, അതാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതുപോലത്തെ തേങ്ങ ചേർക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫില്ലിങ് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബൈറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ കൊട്ടത്തേങ്ങ ഉണ്ടല്ലോ, ബ്രൗൺ കളർ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് സമൂസ ഷീറ്റാണ്. ഞാനിവിടെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സമൂസ ഷീറ്റ് 2 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു കത്രിക വെച്ചിട്ട് നടുകിലൂടെ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റ്, അത് ഒന്ന് നടുകിലൂടെ ഒന്ന് മടക്കി കൊടുത്താൽ തന്നെ അത് മുറിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് 2 സമൂസയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കണേ. ഇനി നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കണ പോലെ തന്നെ ഈ ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സമൂസ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റത്തെ പാർട്ട് ഉണ്ടല്ലോ, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് ഈ ഒരു പാർട്ടിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. പിന്നെ ഈ സമൂസൻ്റെ ഓരോരോ കോണിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ടാവും. ആ ഗ്യാപ്പും ഇത് വെച്ചിട്ട് തന്നെ, ഈ ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ സമൂസയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്രിസ്പിനെസ് ഇതിന് കിട്ടൂല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല മധുരമുള്ള സമൂസ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.